അനീഷ് പരിത് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദമൊക്കെ ഓക്കെ അല്ലേ അനീഷ് പരീത്? ക്ലിയർ അല്ലേ? ശബ്ദമൊക്കെ ഓക്കെ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കേൾക്കുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, കേൾക്കുന്നുണ്ടെങ്കിൽ. അനീഷ് പരീത് ഓക്കെ ഓക്കെ. ആദിൽ മുഹമ്മദ് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ടി ആർ ജാഫർ മാഷാ അല്ലാഹ്. അനീഷ് പരീത് അൽഹംദുലില്ലാഹ് ഓക്കെ. 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുക. മെയ്യിലായിരുന്നു ക്ലാസ് അവസാനിച്ചത്. ലോക്ക്ഡൗണും മറ്റുമായിട്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ക്ലാസ് മുടങ്ങിപ്പോയത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി മുടങ്ങാതെ ആഴ്ചയിൽ ഒരു 3 ക്ലാസ്സെങ്കിലും സംഘടിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ക്ലാസ് കേൾക്കുകയും, ഖുർആൻ ക്ലാസ്സാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവരും സഹകരിക്കണം. ഇസ്ഹാഖ് അബ്ദുള്ള ഓക്കെ ഓക്കെ. ക്ലാസ് വീക്ഷിക്കുന്നവർ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണമെന്ന് റിക്വസ്റ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. നവാസ് കരിമ്പരക്കൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരുപാട് സുഹൃത്തുക്കൾ നിരന്തരം എന്നോട് ബന്ധപ്പെടുമായിരുന്നു, ക്ലാസ് പുനരാരംഭിക്കണം. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരുന്നു ക്ലാസ് ആരംഭിക്കാൻ വൈകിയത്. ഇപ്പോൾ മെയ് മാസത്തിലായിരുന്നു നമ്മൾ ക്ലാസ് ആരംഭിച്ചത്. ഇസ്ഹാഖ് വലൈക്കും സ്ലാം. അപ്പോൾ നമുക്കിനി ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യുന്ന സൂറത്ത് മറിയം നമ്മൾ ആദ്യം നിന്ന് എടുത്തതായിരുന്നു കുറച്ച് ഭാഗം, എങ്കിലും ഇന്നും ആദ്യം മുതലാണ് ആരംഭിക്കുന്നത്. ഖുർആൻ കയ്യിലുള്ളവർ അത് ഖുർആൻ തുറന്നു വെച്ച് ക്ലാസ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറിയം പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ആയത്തിൻ്റെയും അർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അഞ്ചല്ലേ വലൈക്കും സ്ലാം. അത് ഖുർആൻ കയ്യിലുള്ളവരാണെങ്കിൽ അങ്ങനെ എടുത്ത് കേൾക്കുക, അതല്ലെങ്കിൽ അല്ലാത്തവർ ശ്രദ്ധിച്ച് കേൾക്കണം. എഴുതി വെക്കേണ്ട ഏതെങ്കിലും വിഷയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയും വേണം. അള്ളാഹു നമ്മുടെ ഇൽമിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ഇപ്പോൾ തിരക്ക് സമയമാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് തിരക്കുകളൊക്കെ മാറി വന്നതുകൊണ്ട് ഒരു പക്ഷേ പിന്നെ വ്യൂസുകൾ അപ്പാ റഹീം വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സലാം പറഞ്ഞ എല്ലാവർക്കും വലൈക്കും സലാം. തുഹയിൽ ഇടയ്ക്ക് ദുആ ചെയ്യണം. തീർച്ചയായിട്ടും. ഷമീർ, ഞാനൊരു ക്ലാസ്സിലാണ് ഉസ്താദ്, വിളിക്കാം. ശരി. മുഹമ്മദ് തുഫയിലടക്കി. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ മറിയമാണ് നമ്മുടെ ഇന്ന് ചർച്ച. സൂറത്തുൽ മറിയം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു മറിയം. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഏക വനിതയാണ് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ. ഒരു സ്ത്രീയുടെ നാമത്തിൽ തന്നെ ഒരു അധ്യായം ഉണ്ടെങ്കിൽ അത് സൂറത്തു മറിയം മാത്രമാണ്. പേരെടുത്ത് പരാമർശിച്ച മഹദിയും കൂടിയാണ്, ഖുർആനിൽ പേരെടുത്ത് പരാമർശിച്ച മഹദിയും കൂടിയാണ് മറിയം. ഈ അധ്യായത്തിൽ മറിയം റളിയല്ലാഹു തആല അൻഹയുടെ ഒപ്പം മകൻ ഈസാ നബിയുടെയും ചരിത്രം പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ അധ്യായത്തിന് മറിയം എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. സലാം അലൈക്കൽ ഉമ്മർ. അപ്പം അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അവർക്കൊക്കെയും സലാം പറഞ്ഞവർക്കൊക്കെയും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹമ്മദ് പനമൂട്ടിലിന്റെ കുടുംബമാണ്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏക വനിതയാണ് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ.
ആ മഹദിയുടെ നാമത്തിലുള്ളതാണ് ഈ അധ്യായം. 16-ാമത്തെ വചനം മുതലാണ് 16-ാമത്തെ വചനം മുതൽ കുറേ വചനം പ്രതിപാദിക്കുന്നത് മറിയമിന്റെയും മകൻ ഈസയുടെയും ചരിത്രമാണ് റളിയല്ലാഹു തആല അൻഹ അലൈഹി വസല്ലത്തു വസ്സലാം. അതുകൊണ്ടാണ് ഈ സൂറത്തിന് മറിയം എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. റഷീദ് ഫൈസി പൈങ്ങൾ വലൈക്കും സലാം. ഈ മറിയം റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം പറയുന്നതിന് മുമ്പായിട്ട് ശംസുദ്ദീൻ മുഖ്യ ദുആ ഉൾപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. ഈ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രവുമായിട്ടാണ് ഈ സൂറത്ത് മറിയം ആരംഭിക്കുന്നത് തന്നെ. കാരണം സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് മറിയുമായിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ടാണ് സക്കരിയ പ്രവാചകനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ മറിയം റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രത്തിലേക്ക് കടക്കുന്നത്. സക്കരിയ പ്രവാചകനെ നമ്മൾ അറിഞ്ഞിരിക്കണം. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരായിരുന്നുവെന്നും മറിയം റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള സക്കരിയ നബിയുടെ ബന്ധം എന്താണെന്നുമൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ സക്കരിയ പ്രവാചകനെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മറിയം റളിയല്ലാഹു തആലയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെടാൻ പാടും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇതിൽ സക്കരിയ നബിയുടെ ചരിത്രം പറഞ്ഞിട്ടാണ് മറിയമ്മിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നത്. അള്ളാഹു നമ്മുടെ ഇൽമിലൊക്കെ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതൊരു അറിവാണ്. ഇതൊരു ഖുർആനിന്റെ അതായത് മുഫസ്സിരീങ്ങളുടെ, ഖുർആൻ പ്രമുഖമായിട്ടുള്ള പണ്ഡിതന്മാരുടെ മുഫസ്സിരീങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയുന്നുമുണ്ട്. അപ്പോൾ ഖുർആനിൽ സൂറത്തുൽ മറിയം 98 വചനങ്ങളാണ്. അവതരിച്ചത് മക്കയിലാണ്. ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ച അധ്യായമാണ്. മക്കയിൽ അവതരിക്കാൻ തന്നെ കാരണം ജൂതരും ക്രൈസ്തവരും ഒക്കെ ഉള്ള ഒരു പ്രദേശം അന്നുണ്ടായിരുന്നു. മറിയം റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചുള്ള അപസർപ്പ കഥകളൊക്കെ പറഞ്ഞിരുന്ന ഒരു സന്ദർഭഘട്ടവും കൂടിയായിരുന്നു. ആ ഇടയിലാണ് ചരിത്രത്തെ വളച്ചൊടിക്കാതെ ചരിത്രം ഇതാണ്, യാഥാർത്ഥ്യം ഇതാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഈ അധ്യായം അവതരിച്ചത്. മാത്രമല്ല, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ പ്രതിപാദിച്ചിരുന്ന പല വിഷയങ്ങളെയും സുതാര്യമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സൂറത്ത് ഈ മറിയം, ഖുർആൻ തന്നെ. അതുകൊണ്ടാണ് മക്കയിൽ അവതരിച്ചപ്പോൾ തന്നെ ചരിത്രം അറിയുന്നവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ തന്നെയും ആ പ്രവാചകന്മാര് വരാൻ പോകുന്ന പ്രവാചകനെ കുറിച്ചുള്ള സൂചനകളും കൊടുക്കുന്നുണ്ട്. ഇവിടെ സൂറത്തുൽ മറിയം ആരംഭിക്കുന്നത് ഒരു 6 അക്ഷരങ്ങളുണ്ട്. 5 അക്ഷരങ്ങൾ കൊണ്ടാണ് ആരംഭിക്കുക. കാഫ്, ഹാ, യാ, ഐൻ, സ്വാദ്. 5 അക്ഷരങ്ങൾ കൊണ്ടാണ് ഖുർആൻ ആരംഭിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ്, ഹാ, യാ, ഐൻ, സ്വാദ്. കാഫിനും പിന്നെ ഹായും യാനും നീട്ടാതെ ഐനും സ്വാദിനും നീട്ടിക്കൊണ്ടാണ് നമ്മൾ ഓതേണ്ടത്. ഹാരിസദറും ഒരുപാട് പേര് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവർക്കൊക്കെ വലൈക്കും സലാം. സലാം അടയ്ക്ക് സലാം, അവർക്ക് വലൈക്കും സലാം. കാഫ്, ഹാ, യാ, ഐൻ, സ്വാദ്. ജാഗ്രതങ്ങൾ വലൈക്കും സലാം. ആ 5 അക്ഷരങ്ങളാണ്. ഈ 5 അക്ഷരങ്ങൾ കൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ മറിയം ആരംഭിക്കുക തന്നെ. ഖുർആനിൽ പലയിടത്തും കാണാം അക്ഷരങ്ങൾ കൊണ്ടാണ് ആരംഭിക്കുക. ഈ അക്ഷരങ്ങൾ കൊണ്ട് എന്താണോ വിവക്ഷിക്കപ്പെടുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. ജാഗ്രതങ്ങളൊക്കെ ദ്വാ ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ് റഹറാത്തായി പോകാനൊക്കെ തങ്ങൾ ദ്വാ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാം. ഖാഫ്, ഹ, യാ, ഐൻ, സ്വാദ്. ഈ 5 അക്ഷരങ്ങൾക്കും ഒരു രഹസ്യങ്ങൾ ഉണ്ടെന്നൊക്കെ ചില മുഫസ്സിരീങ്ങൾ പറയാറുണ്ട്. ഖുർആനിന്റെ സാഹിത്യ ഉന്നതിയിലേക്ക് തെളിയിക്കുന്ന അക്ഷരങ്ങളാണ് ഖാഫ്, ഹ, യാ, ഐൻ, സ്വാദ് എന്നും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മാത്രമല്ല, ഖുർആനിന്റെ സാഹിതീയ ഔന്നത്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഇത്തരം അക്ഷര സമന്വയങ്ങൾ. ഈ അക്ഷര സമന്വയങ്ങളെ കൊണ്ടൊരു അത്ഭുതം സൃഷ്ടിക്കുന്നുണ്ട് ഖുർആൻ. അറബികൾക്ക് സുപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ അറബികൾക്ക് പരിചിതമല്ലാത്ത സാഹിത്യം കൊണ്ട് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്
അക്ഷരങ്ങളുടെ സമന്വയങ്ങളുടെ ഒരു മഹാ അത്ഭുത പ്രതിഭാസം കൊണ്ട് തീർക്കുന്നുണ്ട് ഖുർആൻ. അതൊരു മാസ്മരികമാണത്രേ. അത് കേൾക്കുമ്പോൾ തന്നെ ആസ്വാദകർക്ക് അല്ലെങ്കിൽ അത് കേൾക്കുന്നവരുടെ കാതുകളിലേക്കൊരു വിസ്മയം പോലെ ഇറങ്ങുമെന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. പല അവിശ്വാസികളും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തന്നെ ചില കാരണങ്ങൾ തന്നെ പറയുന്നത് ഈ അറബിയിലെ കേവല അക്ഷരങ്ങൾ കൊണ്ട് ഉള്ള ഖുർആനിന്റെ ആ തുടക്കം എന്നുള്ളതാണ്. അവിടെയൊക്കെ ഒരു അത്ഭുതമാണ്. അതിന്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ് അള്ളാഹു അലം ബി മുറാദ്. അള്ളാഹു താല ഈ 5 അക്ഷരങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് അർത്ഥം. കാഫ് ഹ യാ ഐൻ സ്വാദ്, ഈ 5 അക്ഷരങ്ങൾ ആറ്റക്കോയത്തങ്ങൾ വാലിക്കും സലാം ബുഹാറ സാഹിത്യങ്ങളാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ 5 അക്ഷരങ്ങൾ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നമുക്ക് അതിലേക്ക് ചർച്ചയില്ല. അപ്പൊ ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് അധ്യായം തുടങ്ങുന്നതിന്റെ രഹസ്യങ്ങൾ അതില് നമ്മൾ അതിനെ കുറിച്ചിലേക്ക് രഹസ്യങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ പല പല അഭിപ്രായങ്ങളുമുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്ന അഭിപ്രായം ഖാഫ് ഹ യാ ഐൻ സ്വാദ് എന്നത് അള്ളാഹു തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുന്ന വചനമെന്നാണ്. കാഫ് അള്ളാഹു കാഫിയാണ്. എങ്ങനെ? കാഫ് ഹ യാ ഐൻ സ്വാദ് എന്ന് പറയുന്ന 5 അക്ഷരങ്ങള് അള്ളാഹുവിനെ തന്നെ സ്തുതിക്കുന്നതാണ് എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ അഭിപ്രായം. അതിൽ കാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കാഫിയാണ്. യാ എന്ന് പറഞ്ഞാൽ യാ അള്ളാഹ്, അതുപോലെ യാ അള്ളാഹു. ഹ എന്ന് പറഞ്ഞാൽ ഹ എന്നുള്ളത് അള്ളാഹുവിലെ ഹ ആണെന്നും അതല്ല ഹാദി ആണെന്നും പറയുന്നുണ്ട്. ഖാഫ് എന്ന് പറഞ്ഞാൽ കരീമാണെന്നും ഹ എന്ന് പറഞ്ഞാൽ ഹക്കീമിയാണെന്നും ഐൻ എന്ന് പറഞ്ഞാൽ ഐൻ ആലിം എന്നാണെന്നും സ്വാദ് എന്ന് പറഞ്ഞാൽ സ്വാദിഖ എന്നാണെന്നും ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. കാഫ് എന്ന് പറഞ്ഞാൽ കാഫി, ഹ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലെ ഹ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. കാഫ് ഹ. യാ എന്ന് പറഞ്ഞാൽ ഹാദിയാണെന്നും കരീമാണെന്നും ഹാക്കിമാണെന്നും അതുപോലെ തന്നെ ആലിമാണ് എന്നുമുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാഫ് ഹ യാ ഐൻ സ്വാദ് എന്ന 5 അക്ഷരങ്ങൾ അള്ളാഹുവിനെ തന്നെ സ്തുതിക്കുന്നതാണ് എന്നാണ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ അഭിപ്രായമാണ്. അത് എന്നല്ല, അങ്ങനെ ആയിരിക്കണം എന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറയുന്നു എന്ന് മാത്രമാണ്. എന്നാൽ ഈ 5 അക്ഷരങ്ങളെ കൊണ്ട് ഉള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. അലിഫ് ലാം മീം റാ ഹമീം ഇങ്ങനെ തുടങ്ങുന്ന അധ്യായങ്ങളൊക്കെ അതൊക്കെയും അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അടുത്തത് സൂറത്തുൽ മറിയമിൽ 2-ാമത്തെ ആയത്താണ്. ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ. കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്ന് പറഞ്ഞിട്ട് അടുത്തത് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ. ദിക്റു റഹ്മതി റബ്ബിക, അങ്ങയുടെ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് പ്രതിപാദിക്കലാണിത്. നിന്റെ ഇവിടെ അഭിസംബോധന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെങ്കിൽ പോലും ഖുർആൻ ഓരോരുത്തരോടും പറയുകയാണ് ദിക്റു റഹ്മത്തി റബ്ബിക, ദിക്റു റഹ്മത്തി റബ്ബിക, നിന്റെ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് പ്രതിപാദിക്കലാണ്. എന്താണ് ആ കാരുണ്യം? അബ്ദഹു സക്കരിയ, തന്റെ ദാസനായ സക്കരിയ പ്രവാചകന് രക്ഷിതാവ് നൽകിയ കാരുണ്യത്തെ കുറിച്ച് പ്രതിപാദിക്കലാണ്, പറയലാണ്, അതെങ്കിൽ സ്മരിക്കുക എന്നുള്ളതാണ്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, സക്കരിയ പ്രവാചകന് അള്ളാഹു കൊടുത്ത കാരുണ്യത്തെ കുറിച്ച് ഓർക്കണം, സ്മരിക്കണം, അറിയണം, പറയണം എന്നൊക്കെ അതിന് അർത്ഥം കൊടുക്കാം. ദിക്റു റഹ്മത്തി റബ്ബിക, നിന്റെ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് നീ സ്മരണയുള്ളവനായി തീരണം. അബ്ദഹു, തന്റെ ദാസന്, സക്കരിയ എന്ന തന്റെ ദാസന് അള്ളാഹു നൽകിയ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും സ്മരണ ഉള്ളവരായി തീരണം. അപ്പോൾ ഇവിടെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു നൽകിയിട്ടുള്ള കാരുണ്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പ്
അള്ളാഹ് പറയുകയാണ്, സക്കരിയ നബിക്ക് അള്ളാഹു കൊടുത്ത കാരുണ്യത്തെ കുറിച്ച് നീ സ്മരണ ഉള്ളവനായിരിക്കണം കേട്ടോ. അപ്പൊ നമുക്കൊരു ജിജ്ഞാസ ഉണ്ടാകും. എന്താണ് എന്ത് കാരുണ്യമാണ് സക്കരിയ നബിക്ക് അള്ളാഹു കൊടുത്തത്? അപ്പൊ ഒരു ചോദ്യം അവിടെ വരികയാണ്. ഇപ്പൊ ഖുർആൻ പറയുകയാണ്, തന്റെ ദാസനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം സ്മരിക്കണം. ഖുർആൻ ഓരോരുത്തരോടും പറയുന്നു, സക്കരിയ നബിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അനുഗ്രഹത്തെ സ്മരിക്കണം. ഞാനും നിങ്ങളും ഓരോരുത്തരും സ്മരിക്കണം. അപ്പോൾ അടുത്ത ചോദ്യമാണ്, അപ്പൊ നമ്മൾ സ്വാഭാവികപരമായിട്ടും ചോദ്യം വരും, എന്ത് അനുഗ്രഹമാണ് ഇത്രത്തോളം സ്മരിക്കാനായിട്ട്? ഈ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്ന സകല വിശ്വാസികളും സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സക്കരിയ നബിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ സ്മരിക്കണമെങ്കിൽ ആ അനുഗ്രഹം എന്തു വലിയ അനുഗ്രഹമായിരിക്കും, അതറിയാനുള്ള ഒരു ആകാംക്ഷ ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കും. അടുത്ത ആയത്ത് പോകുന്നത് ആ ആഗ്രഹത്തിലേക്കാണ്. എന്ത് അനുഗ്രഹമാണ് അദ്ദേഹത്തെ അള്ളാഹു നൽകിയത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. ആ അനുഗ്രഹമാണ് സൂറത്തുൽ മറിയമിലെ 3-ാമത്തെ ആയത്ത്. അപ്പൊ 1-ാമത്തെ ആയത്ത് 5 അക്ഷരങ്ങളാണ്. അതിന്റെ വിവക്ഷ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. 2-ാമത്തെ ആയത്ത് സക്കരിയ പ്രവാചകന് തന്റെ ദാസനാകുന്ന സക്കരിയ നബിക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തെ സ്മരിക്കണം. ഇനി 3-ാമത്തെ ആയത്ത്, ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ, ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. ഇദ് നാദാ റബ്ബഹു, തന്റെ തമ്പുരാൻ, ഇത് നാദാ റബ്ബഹു, തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം. നിദാഅൻ, ഇത് നാദാ റബ്ബഹു, തന്റെ രക്ഷിതാവിനോ അല്ലെങ്കിൽ വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്ത സന്ദർഭം. എങ്ങനെയാണ്? ഖഫിയൻ, വളരെ ശബ്ദം താഴ്ത്തി, ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ ശബ്ദം താഴ്ത്തി അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം നീ ഓർക്കണം. പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ. ഇത് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. അദ്ദേഹം തന്റെ രക്ഷിതാവിനെ, സക്കരിയ നബി തന്റെ രക്ഷിതാവിനെ വിളിച്ച് പതുക്കെ പ്രാർത്ഥിച്ചു എന്നാണ്. പതുക്കെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ചില മാനദണ്ഡങ്ങൾ പറയുമ്പോൾ ഈ നിശബ്ദമായിട്ടുള്ള ചില പ്രാർത്ഥനകളുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട, വളരെ നമുക്ക് ആവശ്യമാകുന്ന ചില സന്ദർഭങ്ങളിൽ, നമുക്ക് അനിവാര്യമാകുന്ന ചില ഘട്ടങ്ങളിൽ 2 റക്അത്ത് നിസ്കരിച്ച്, വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച്, ശബ്ദങ്ങളൊന്നുമില്ലാതെ ആരുമില്ലാത്തൊരവസ്ഥയിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉറപ്പാണ്. ഒരു വല്ലാത്ത പ്രയാസഘട്ടത്തിലാണ് നമ്മൾ, വലിയൊരു പ്രയാസത്തിലാണെന്ന് സങ്കല്പിക്കുക. ഒരു അപകടമോ ഒരു രോഗമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഒക്കെ നമുക്ക് വന്നു. അപ്പോൾ അവിടെ പതറാതെ, നമ്മൾ ഭയപ്പെടാതെ, ആശങ്കയിലാകാതെ പെട്ടെന്ന് വുളു അംഗശുദ്ധി വരുത്തി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, ശബ്ദങ്ങളും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് മാറി നിസ്കരിക്കാൻ പറ്റുന്നു എങ്കിൽ നിസ്കരിക്കുക. എന്നിട്ട് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് പതുക്കെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകുമെന്നാണ്. ഈ പതുക്കെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇനി കൂട്ടപ്രാർത്ഥനയ്ക്ക് ശബ്ദങ്ങളൊക്കെ ഉയരുന്ന സ്വാഭാവികമാണ്. ഇപ്പം ഈ ദിക്ർ മജ്ലിസുകൾ, ബഹ്റൈൻ അബൂബക്കർ, ഒരുപാട് നമ്മുടെ ഈ ക്ലാസ് ഒരുപാട് സ്ഥലത്ത് നിന്നൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. അവർക്കൊക്കെയും അൽഹംദുലില്ലാഹ് അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു വലിയൊരു മാനദണ്ഡം ഈ ശബ്ദം താഴ്ത്തി, അത് നമ്മുടെ വ്യക്തികളുടെ ആവശ്യമാണ്. ഇപ്പൊ ഒരു കൂട്ടപ്രാർത്ഥന വരുന്നു. കൂട്ടപ്രാർത്ഥന ഇപ്പൊ ജുമയ്ക്ക് ഖുത്ബയിൽ, 2-ാം ഖുത്ബയിൽ പ്രാർത്ഥന നിർബന്ധമാണ്. അപ്പോൾ അവിടെ ഇമാം ഉറക്കെ പറയുമ്പോൾ എല്ലാവരും ആമീൻ പറയുന്നുണ്ട്. അതുപോലെ ഒരു കൂട്ടമായി പ്രാർത്ഥിക്കേണ്ട ചില ഘട്ടങ്ങളിലൊക്കെ ശബ്ദം ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കാറുമുണ്ട്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണം. എന്നാൽ വ്യക്തിപരമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾക്ക് ഏറ്റവും നല്ലത് ശബ്ദം താഴ്ത്തി ഒഴിഞ്ഞ സ്ഥലത്ത് മറ്റ് അപശബ്ദങ്ങളൊന്നുമില്ലാതെ മനസ്സ് ഏകാഗ്രതമാക്കിക്കൊണ്ട് രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു സന്ദർഭമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ച് പതുക്കെ പ്രാർത്ഥിച്ചു അത്രേ. ശബ്ദം താഴ്ത്തി സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥനയിൽ പാലിക്കേണ്ട മാർഗമാണ് അദ്ദേഹം അവലംബിച്ചത്.
ഉറക്കെ പറയുന്നതും പതുക്കെ പറയുന്നതും അള്ളാഹു ഒരുപോലെയാണ് അല്ലെ. ഉറക്കെ പറഞ്ഞാലും അള്ളാഹു കേൾക്കും, പതുക്കെ പറഞ്ഞാലും അള്ളാഹു താല കേൾക്കും. ഈ പ്രകടനമാകരുത്. നമ്മൾ ഈ പ്രാർത്ഥനയെ ഒരു പ്രകടനമാക്കലുണ്ട്. മറ്റുള്ളവർ ഞാൻ വലിയൊരു പ്രാർത്ഥന നടത്തുന്ന ഒരാളാണെന്നുള്ള ഒരു പ്രാർത്ഥന പ്രദർശനപരത എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കാണാൻ വേണ്ടിയുള്ള ചില പ്രാർത്ഥന സദസ്സുകളുണ്ട്. അതൊക്കെ റിയ ആണ്. അതിന് യാതൊരു ഫലങ്ങളും ഉണ്ടാവില്ല. ഒരു കൂട്ടായ്മ ഉണ്ടായിട്ട് ഞാൻ വലിയ ഷെയ്ഖാണെന്ന് കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു ഷെയ്ഖാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് കരുതിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഒരിക്കലും അങ്ങനെ പാടില്ല. പണ്ഡിതന്മാര് പൊതുവെയൊക്കെ സമാധാനപരമായിട്ട് ശാന്തമായിട്ട്, ആൾക്കൂട്ടമാണെങ്കിൽ പോലും അതിന്റെ യാതൊരുവിധ വിധേയത്വം ഒന്നും കാണിക്കാതെ നിഷ്കളങ്കമായി പ്രാർത്ഥന. ഞാൻ കണ്ടൊരു വലിയൊരു പ്രാർത്ഥന എന്നെ അത്ഭുതപ്പെടുത്തിയ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പ്രസിഡന്റ് ആയിരുന്ന കോയക്കുട്ടി ഉസ്താദ് നിഷ്കളങ്കനാണ്. അദ്ദേഹത്തിന്റെ ചില ഞാൻ ഇയ്യാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ ഉദ്ഘാടനവും പ്രാർത്ഥനയും എന്റെ പ്രസംഗമായിരുന്നു, ഈ പാവപ്പെട്ടവൻ. അപ്പൊ അതില് ഉസ്താദിന്റെ ദുആ ഞാൻ കേട്ടത്, പാവപ്പെട്ടവൻ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ തെമ്മാടികളാക്കല്ലേ അല്ല, ഞങ്ങളുടെ മക്കളെ റൗഡികളാക്കല്ലേ അല്ല, അടിയാറുകളെ നിഷ്കളങ്കമായ പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു വലിയൊരു മാനദണ്ഡം തന്നെ പതുക്കെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും അള്ളാഹു കേൾക്കുമെങ്കിലും ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ബഹളം പ്രാർത്ഥന അത് നമുക്ക് യോജിച്ചതല്ല. ഇനി ആൾക്കൂട്ടമുണ്ടെങ്കിൽ പോലും പ്രാർത്ഥിക്കുന്ന ഉസ്താദ് ഷെയ്ഖാനുമായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ അരിക്കുന്ന ആൾക്കൂട്ടങ്ങളൊന്നും തന്റെ ഒരു മഹത്വം കൊണ്ട് ഉള്ളതല്ല എന്നും, മറിച്ച് ഇവിടെ ഈ സംഗമിച്ചിരിക്കുന്നവരുടെ മുറാദുകളൊക്കെ ഹാസിലാകണമെങ്കിൽ അള്ളാഹു കനിയണം. അതുകൊണ്ട് ആത്മാർത്ഥപരമായ ഇഖ്ലാസ് ഉണ്ടാകണമെന്ന ബോധം പ്രാർത്ഥിക്കുന്ന ആർക്കും ഉണ്ടായിരിക്കണം. അതൊരു നിബന്ധന തന്നെയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ അദ്ദേഹം അങ്ങനെ പതുക്കെ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥിക്കുന്നതിന്റെ വലിയൊരു അപ്പൊ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിച്ചത്? എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? ശബ്ദം താഴ്ത്തി അദ്ദേഹം എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് സൂറത്തുൽ മറിയമിലെ 4-ാമത്തെ ആയത്ത്. قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. قال അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി, റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി, എൻ്റെ എല്ലുകൾക്കൊക്കെ ദുർബലതയായി, എൻ്റെ എല്ലുകളൊക്കെ ബലമില്ലാതെ ബലഹീനമില്ലാത്ത ദുർബലമായി പോയിരിക്കുകയാണ്. മാത്രമല്ല വസ്തഅല റഅസു ശൈബൻ, വാർദ്ധക്യ കാരണമായിട്ട് ശൈബൻ, എൻ്റെ മുടികളൊക്കെ നരച്ചു പോയിട്ടുണ്ട്. നര കൊണ്ട് എൻ്റെ മുടി തിളങ്ങുന്നുണ്ട്, അത്രത്തോളം നരച്ചു. ഒരു മുടി പോലും കറുത്തിട്ടില്ല. നരച്ച മുടിയുടെ നര കാഠിന്യമായിട്ട് അത് തിളങ്ങുന്നുണ്ട്. മാത്രമല്ല വലം അഖുൻ ബിദുആഇക റബ്ബി ശഖിയൻ, ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വചനമാണ്. വലം അഖുൻ ബിദുആഇക റബ്ബി ശഖിയ, ഇതുവരെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കൈവിട്ടവനായിട്ടില്ല. വലം അഖുൻ ബിദുആഇക റബ്ബി ശഖിയ, ഞാൻ എപ്പ നിന്നോട് പ്രാർത്ഥിച്ചാലും നിന്നോട് ഞാൻ എന്ത് ചോദിച്ചാലും ഭാഗ്യം കെട്ടവനായിട്ട് ഞാൻ മടങ്ങിപ്പോയിട്ടില്ല. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നീ നൽകിയിട്ടുണ്ട്. ആ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഇപ്പോഴും നിന്നോട് പ്രാർത്ഥിക്കുന്നത്. എന്റെ എല്ലുകൾക്ക് ദുർബലം സംഭവിച്ചു പോയി, എന്റെ എല്ലുകൾക്ക് ബലമില്ലാതായി പോയി. എന്റെ തലയിലെ മുടി നരച്ച് തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു റഹ്മാനെ. എന്തിനാണ് അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കാൻ പോകുന്നത്? അല്ലെ, എന്റെ എല്ലുകളൊക്കെ ബലഹീനമായി, വാർദ്ധക്യ സഹജമായ ഒരു ഘട്ടമെത്തി എന്ന് പറഞ്ഞാൽ 99 വയസ്സെത്തി എന്നാണ് സാരം. 99 വയസ്സെത്തി എന്നാണ് സാരം. അതല്ല, 93 വയസ്സാണെന്നും പറയപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 90-ന് മുകളിലാണ് പ്രായം. 90-ന് മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ഒന്ന് ഭാവന കൊണ്ടുവന്നേ. എന്തായിരിക്കും? മുടി നരച്ചു തിളങ്ങി, കൂന് സംഭവിച്ചു
എല്ലുകളൊക്കെ എല്ലെന്ന് പറയാൻ കാരണം നമ്മളെ പിടിച്ചു നിർത്താൻ നമ്മുടെ എല്ലുകളാണ്. എല്ലുകളൊക്കെ ദുർബലമായി പോയി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചാൽ ശരീരത്തിന് താങ്ങാൻ പറ്റുവരില്ല. വടികൾ വേണം, ഊന്നുവടി വേണം. അപ്പൊ നമ്മളെ മറ്റൊരാളുടെ സഹായം വേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഇവിടെ സക്കരിയ നബിക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. വാർദ്ധക്യമെത്തി, മുടി നരച്ചു, എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചു പോയി എന്ന് അദ്ദേഹം വളരെ പ്രയാസത്തോടു കൂടി പറയുകയാണ്. അതുകൊണ്ട് മാത്രമല്ല, മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നതാണ്, വലം അഖുൻ ബിദുആഇക റബ്ബി ശഖിയൻ. ഞാൻ എപ്പോ നിന്നോട് പ്രാർത്ഥിച്ചാലും ഭാഗ്യം കെട്ടവനായിട്ട് ഞാൻ മടങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. ഏതൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കണം, എന്താ പടച്ചോനെ എന്റെ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ട്, നീ എനിക്ക് ഉത്തരം നൽകുന്നുണ്ട് എന്ന ബോധം ഓരോ പ്രാർത്ഥിക്കുന്നവർക്കും ഉണ്ടായിരിക്കണം. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുമ്പോഴും പലതും കിട്ടാറില്ല. പക്ഷേ ആ കിട്ടാറില്ലെങ്കിലും പലതുമൊക്കെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് നടക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് സംഭവിക്കുന്ന വലിയ പല വിപത്തുകളെയും ആ പ്രാർത്ഥന കാരണമായി തട്ടിക്കളയുമെന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇവിടെ മഹാനായ സക്കറിയ നബി അലൈഹി സ്വലാം വളരെ സങ്കടത്തോടുകൂടി ഒരു ഹർജ് സമർപ്പിക്കുകയാണ് പടച്ചവനോട്. അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, എന്റെ എല്ലുകൾക്ക് ബലക്ഷയമായി. രണ്ടാമത്തത്, എന്റെ തലമുടി നരച്ചു തിളങ്ങാൻ തുടങ്ങി. മൂന്നാമത്, ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഒരിക്കലും എന്റെ പ്രാർത്ഥനയ്ക്ക് ഭാഗ്യം കെട്ടവനായിട്ട് മടങ്ങിയിട്ടില്ല എന്നാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നതിന് മുമ്പായിട്ട് 3 കാര്യങ്ങൾ ഇവിടെ എണ്ണി പറഞ്ഞു. 1, അദ്ദേഹം ബലഹീനനാണെന്ന് പറഞ്ഞു. 2, എന്റെ പ്രാർത്ഥനയെ ഞാൻ മുമ്പൊരിക്കലും തട്ടിക്കളഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. 3, തന്റെ പ്രാർത്ഥനയുടെ താല്പര്യം ഈ മതത്തെ ശക്തിപ്പെടുത്തലാണ്. അത് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, 5-ാമത്തെ ആയത്തിൽ പറയുകയാണ്, وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا. നോക്കൂ നിങ്ങൾ, وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا. നോക്കൂ, وإني خفت, എനിക്ക് ഭയമുണ്ട് രക്ഷിതാവേ, അൽ മവാലിയ മിൻ വറായി, പിറകെ വരാനുള്ള എന്റെ അനന്തരാവകാശികളെ കുറിച്ച്, എന്റെ പിൻതലമുറക്കാരെ കുറിച്ച് എനിക്കൊരു ഭയമുണ്ട്, പേടിയുണ്ട്. വകാനത് ഇംറഅതി, എന്റെ ഭാര്യയാണെങ്കിൽ ആഖിറൻ, പ്രസവിക്കാൻ കഴിവുള്ള സ്ത്രീയുമല്ല. ആയതിനാൽ ഫഹബ് ലി, എനിക്ക് നീ ഓശാരമായി, ഗിഫ്റ്റായി, സമ്മാനമായി, സംഭാവനയായിട്ട് നൽകണം, മില്ലതുങ്ക, നിന്റെ ഭാഗത്ത് നിന്നും വലിയൻ, ഒരു ബന്ധുവിനെ നൽകണം. പ്രാർത്ഥന ഇതാണ്. ഈ 90 വയസ്സ് കഴിഞ്ഞ ഈ വൃദ്ധൻ മരിച്ചു പോയി കഴിഞ്ഞാൽ, ഇസ്രായേലികളുടെ പ്രവാചകനായിട്ട് നീ എന്നെ നിയോഗിച്ചു, ഈ ഇസ്രായേലുകൾക്ക് വേണ്ടി ഞാൻ പ്രവാചകനായി, എന്റെ ഉപജീവന മാർഗം ആശാരിപ്പണിയാണ്, ആശാരിപ്പണി എടുത്തുകൊണ്ട് ഞാൻ ജീവിക്കുന്നുണ്ട് എന്റെ ഉപജീവനം. അതോടൊപ്പം തന്നെ ഇസ്രായേലികളെ നേരായ മാർഗത്തിൽ നയിക്കാനായിട്ട് ഞാൻ നിരന്തരം പരിശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഈ വൃദ്ധനായ സക്കരിയ ഭയപ്പെടുന്നത്, എനിക്ക് വാർദ്ധക്യമെത്തി, എന്റെ എല്ലുകൾക്ക് ബലക്ഷയമുണ്ടായി, എന്റെ മുടിയിൽ നരച്ചു തിളങ്ങാൻ തുടങ്ങി, ഞാൻ മരിച്ചു പോകും, എനിക്ക് ശേഷം വരുന്ന എന്റെ ഈ തലമുറ എന്തായി തീരും എന്നതിനെ കുറിച്ച് എനിക്ക് വലിയ ഭയമുണ്ട്, ആശങ്കയുണ്ട്. വകാനത് ഇംറഅതി ആഖിറൻ, എന്റെ ഭാര്യയ്ക്ക് ഒരിക്കലും പ്രസവിക്കാൻ സാധിക്കുന്ന പെണ്ണുമല്ല. ആയതുകൊണ്ട് ഫഹബ് ലീ മിൻ ലദുങ്ക വലിയൻ, എനിക്ക് നിന്റെ ഭാഗത്ത് നിന്നും ഒരു ബന്ധുവിനെ, ഒരു വലിയനെ എനിക്ക് നൽകിയാൽ എന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് എനിക്ക് കണ്ണടയ്ക്കാം, ഞാൻ മരിച്ചാൽ സമാധാനത്തോടെ എനിക്ക് ഖബറിൽ കിടക്കാം എന്ന് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. സുബ്ഹാനല്ലാഹ്. എന്താണ് പ്രാർത്ഥന? ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ
എനിക്ക് ഭയമുണ്ട്, എനിക്ക് ശേഷം വരുന്ന എന്റെ തലമുറയെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട്. അവരെ ദിശാബോധത്തോടെ നടത്താൻ പറ്റുന്ന ഒരു ബന്ധു എനിക്കില്ല. എനിക്ക് പ്രസവിക്കാൻ കഴിയില്ലാത്തൊരു പെണ്ണുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, അവർ ഒരിക്കലും പ്രസവിക്കത്തുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ ഖബറിൽ കിടക്കണം. അതിന് എന്നെ ഏൽപ്പിച്ച റിസാലത്ത്, പ്രവാചകത്വം ഞാൻ എന്റെ ആ ബന്ധുവിനെ ഏൽപ്പിച്ചിട്ട് ഇസ്രായേലികളെ ദിശാബോധത്തോടെ നടത്തിക്കാൻ ആ മനുഷ്യനെ, ആ പ്രവാചകനെ, ആ ബന്ധുവിനെ ഏൽപ്പിച്ചിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ഇവിടുന്ന് വിട പറയണം. അതുകൊണ്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ പ്രാർത്ഥന നീ സ്വീകരിച്ചാലും. നമ്മളൊക്കെ എങ്ങനെ കോടിക്കണക്കിന് സമ്പത്തുണ്ടാക്കി വെച്ചിട്ട് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്റെ സമ്പത്ത് എന്റെ മക്കൾ കൊണ്ടുപോകണം, അല്ലെ? എന്റെ അനന്തരം എന്റെ കുടുംബം കൊണ്ടുപോകണം എന്ന ചിന്തയായിരിക്കും. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നു, ഒക്കെ കൂട്ടുന്നുണ്ട്. ഇവിടെ സക്കറിയ നബി അലൈഹി സ്വലാം എന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ഇട്ടെറിഞ്ഞു പോകുന്ന ദുഃഖമല്ല, മറിച്ച് ദിശാബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ എന്നെ അള്ളാഹു പ്രവാചകനായിട്ട് നിയോഗിക്കുകയും ഇസ്രായേലി സമുദായത്തെ നന്മയുടെ വഴിയിൽ കൂടി സഞ്ചരിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു ബന്ധുവിനെ എനിക്ക് കിട്ടിയാൽ ഈ വൃദ്ധനായ സക്കരിയക്ക് സംതൃപ്തനാകാം. ആ മനുഷ്യനെ ഈ കാര്യം ഏൽപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ ഭൂമത്തിൽ നിന്നും കണ്ണടയ്ക്കാമെന്ന് പറയുമ്പോൾ മനുഷ്യ വിശ്വാസം നാം ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ എന്തായി തീരും. അങ്ങനെ ഒരു പേടി നമുക്കുണ്ടാകണം. നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാമികപരമായ അന്തരീക്ഷത്തിലാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കണം, നമ്മുടെ സന്താനങ്ങൾ ഹലാലായിരിക്കണം, നമ്മുടെ ഓരോന്നും അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതായിരിക്കണം. എന്നതുപോലെ നമ്മുടെ മരണത്തിന് ശേഷവും നമ്മുടെ തലമുറ, ഭാവി വരാൻ പോകുന്ന അനന്തരാവകാശികൾ, മക്കളും വാപ്പയെ പോലെ നമ്മളെ പോലെ തന്നെ ആയിത്തീരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അവിടെയാണ് നമ്മൾ വിജയം കൈവരിക്കുന്നത്. ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയിട്ട് കബറിൽ കൊണ്ടുവച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത മക്കളില്ലേ? മരിച്ചു പോയിട്ട് ജനാസ അടക്കി തിരിച്ചു വന്നിട്ട് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നില്ലേ? കുടുംബക്കാര്, ബന്ധുക്കള്, മക്കള് തമ്മിൽ പരസ്പരം കലഹിക്കുന്നില്ലേ? ഇവിടെ സക്കരിയ നബിയുടെ പേടി അതൊന്നും അല്ലായിരുന്നു. എനിക്ക് എന്റെ ദൗത്യം നിർവഹിക്കാൻ ഒരാളെ വേണം, അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിലാഷം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഒരു ബന്ധുവിനെ ചോദിക്കുകയാണ്, മകനെ അല്ല. പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീ ഭാര്യയും വൃദ്ധനായ സക്കരിയ നബിയും അദ്ദേഹം ആവശ്യപ്പെട്ടത് ഫഹബിലി മില്ലദുൻക വലിയൻ, എനിക്കൊരു വലിയനെ തരണമെന്നാണ്, ഒരു ബന്ധുവിനെ തരണമെന്നുള്ളതാണ്. എന്തിനാണ് എനിക്കൊരു ബന്ധുവിനെ തരാൻ മഹാനായ സക്കരിയ നബി ആവശ്യപ്പെട്ടത്? അതാണ് സൂറത്തുൽ മറിയമിലെ 6-ാമത്തെ ആയത്ത്. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജ്അൽഹു റബ്ബി റദിയ. എന്ത് രസമാണെന്നറിയാം ഖുർആന്റെ ഒരു ശൈലി, ആ ഒരു വഖഫും ഖുർആൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു സൗന്ദര്യമുണ്ടല്ലോ. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا. ശേഷം അങ്ങനെ 6-ാമത്തെ പ്രാർത്ഥനയിൽ 6-ാമത്തെ വചനത്തിൽ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം എന്ന പ്രാർത്ഥനയാണ്, യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ്. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ്, എന്നെയും യഅഖൂബിന്റെ കുടുംബത്തെയും അനന്തരമെടുക്കുന്ന ഒരു ബന്ധുവിനെയാണ് തരേണ്ടത്. എന്റെ അനന്തരം,
ഞാൻ എന്താണോ ഉപേക്ഷിച്ചു പോകുന്നത് അത് എടുക്കണം. മാത്രമല്ല യാക്കൂബ് പ്രവാചകന്റെ കുടുംബക്കാരെ അനന്തരമെടുക്കുന്ന, എന്നെയും അനന്തരമെടുക്കുന്ന ഒരു ബന്ധുവിനെ എനിക്ക് നീ തരണം. വജ്അൽഹു റബ്ബി റദിയൻ, ആ ബന്ധുവിനെ അള്ളാഹു തൃപ്തിപ്പെട്ടവനുമായിരിക്കണം എന്ന് അദ്ദേഹം മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. സുബ്ഹാനല്ലാഹ്. എനിക്കും യാക്കൂബ് കുടുംബത്തിനും അവൻ അനന്തരാവകാശിയായിരിക്കണം. എന്റെ രക്ഷിതാവേ, അവനെ നിനക്കും തൃപ്തിപ്പെട്ടവനാവുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. യരിസുനി വയരിസു മിൻ ആലി യാക്കൂബ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആലി എന്ന് പറഞ്ഞാൽ ഇസ്രായേലി ജനതയാണ്. ഇസ്രായേൽ ജനതയെ അനന്തരമെടുക്കുന്ന, എന്നെ അനന്തരമെടുക്കുന്ന ഒരു വലിയനെയാണ് എനിക്ക് നീ തരേണ്ടത് എന്നായിരുന്നു മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. എന്നെയും അനന്തരമെടുക്കണം, യാക്കൂബിന്റെ ആലിനെ എന്ന് വെച്ചാൽ യാക്കൂബ് നബിയുടെ ആലെന്ന് പറഞ്ഞാൽ, ആലി യാക്കൂബ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലി ജനതയാണ്. യാക്കൂബ് നബിയുടെ പരമ്പര, ഇസ്രായേലി പ്രവാചകൻ, ആ ഒരു പരമ്പരയെ അനന്തരമെടുക്കുന്ന ഒരു ബന്ധുവിനെയാണ് എനിക്ക് തരേണ്ടതെന്ന് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വാർദ്ധക്യ സമയത്ത് എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ച് മുടി നരച്ച് തിളങ്ങിയ സന്ദർഭത്തിൽ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ് എന്ന അവബോധത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ പോലും പ്രാർത്ഥനയിൽ അള്ളാഹു കൈവിടാത്ത പ്രവാചകനാണ്. ആ ഒരു പ്രതീക്ഷയോടുകൂടിയായിരുന്നു മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. എങ്ങനെ അനന്തരം എടുക്കൽ? സ്വത്ത് അനന്തരം എടുക്കലല്ല, മറിച്ച് സക്കരിയ നബി അലൈഹി സ്വലാം ഒന്നും സമ്പാദിച്ചിട്ടില്ല. അദ്ദേഹം ആശാരി പണിയെടുത്ത് ജീവിച്ച ആളാണ്. ആശാരിയായിരുന്നു ആര്? മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാം. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കണം. അപ്പോൾ അനന്തരം എന്ന് ഉദ്ദേശിക്കുന്നത് ദഅവത്താണ്, പ്രവാചകത്വമാണ്, ദഅവത്താണ്. ആ ദിശാബോധമുള്ള ഒരു സമുദായത്തെ വാർത്തെടുക്കാനായിട്ട്, ഇസ്രായേലികളെ നേരെ വഴിയിൽ നടത്താനായിട്ട് എനിക്ക് ശേഷം ഒരു ബന്ധുവിനെ വേണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സദാ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിച്ചില്ലേ? ആ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിച്ചില്ലേ? അതിന്റെ അടയാളമാണ് സൂറത്തുൽ മറിയമിലെ 7-ാമത്തെ ആയത്ത്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അല്ലാഹു തആല ആ ഒരു സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്ന് അല്ലാഹു തആല നേരിട്ട് വിളിച്ചു പറയാണ് സക്കരിയ നബിക്ക്. യാ സക്കരിയ, യാ സക്കരിയ, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പേരിട്ട ഒരു മകനെ അല്ലാഹു കൊടുക്കുകയാണ്. ലോകത്ത് അല്ലാഹു പേര് കൊടുത്ത ഒരു പ്രവാചകനാണ് യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇവിടെ സക്കരിയ നബിക്ക് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ച് വാർദ്ധക്യത്തിന്റെ ചുളിവ് വീണ് നടക്കാൻ വടിയുടെ ആവശ്യമുണ്ടായ ഒരു ഘട്ടത്തിൽ മുടി നരച്ച് തിളങ്ങി പാറി നടന്ന സന്ദർഭത്തിൽ ഇതാ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരിക്കലും പ്രകൃതിപരമായി നോക്കുകയാണെങ്കിൽ കുട്ടി ഉണ്ടാകാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത ഘട്ടമാണ്. വാർദ്ധക്യത്തിന്റെ അങ്ങേ അറ്റം പടിവാതക്കൽ എത്തി നിൽക്കുന്ന ഇനി അസ്തമയം മാത്രമാണ്. ആ ഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ പ്രവാചകനെ ഡയറക്റ്റ് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. എന്ത് രസമാണ്, എന്ത് മനോഹരമായിട്ടാണ് ഖുർആനിന്റെ ആ ഒരു ശൈലി. യാ സക്കരിയ, ഓ സക്കരിയ പ്രവാചക, ഇന്നാ നുബശ്ശിറുക, ഇന്നാ നുബശ്ശിറുക, താങ്കൾക്ക് നാം സന്തോഷ വാർത്ത അറിയിച്ചു തരട്ടെയോ, ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, യഹ്യ എന്ന നാമകരണം ചെയ്യപ്പെട്ട ഒരു സന്താനത്തെ കുറിച്ച് താങ്കൾക്ക് ഞാൻ സന്തോഷ വാർത്ത അറിയിച്ചു തരട്ടെയോ. യഹ്യ എന്ന നാമകരണം ചെയ്യപ്പെട്ട ഒരു സന്താനത്തെ കുറിച്ച് ഞാൻ അങ്ങേക്ക് സന്തോഷ വാർത്ത അറിയിച്ചു തരട്ടെയോ എന്ന് ഖുർആൻ. സുബ്ഹാനല്ലാഹ്. യാ യഹ്യ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ.
അവന്റെ പേര് യഹ്യ എന്നാണ്. മുമ്പ് നാം ആരെയും ആ പേരുള്ളവരാക്കിയിട്ടില്ല. മുമ്പ് ഒരാൾക്കും അത്തരം പേര് നൽകിയിട്ടില്ല. ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിക്ക് പേരിട്ട് കൊടുത്തു അല്ലാഹു തആല. നിനക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് യഹ്യ എന്ന് നാമകരണം ചെയ്യണം. ആ പേര് ഞാൻ ഇട്ട പേരാണ്, അള്ളാഹു ഇട്ട പേരാണ്. മുമ്പൊരിക്കലും ആർക്കും അങ്ങനെ ആ ഒരു നാമകരണത്തിൽ ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. യഹ്യ എന്ന് പേരുള്ള ഒരു കുട്ടിയെ നാം താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു തന്നിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട് കേട്ടോ. പ്രവാചകന്മാര് പ്രാർത്ഥിച്ചാൽ മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിച്ചാലും നമുക്ക് ഉത്തരം കിട്ടും. പ്രാർത്ഥിക്കേണ്ട രീതിയിൽ അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ. ഷിബിർ സലാം പറഞ്ഞു, ഒരുപാട് പേര് സലാം പറഞ്ഞു ഇടയ്ക്ക്. വാലിക്കും സലാം. പ്രാർത്ഥിക്കേണ്ട രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. നിങ്ങൾക്കതിൽ യാതൊരു സംശയത്തിന്റെ ആവശ്യവുമില്ല. ഇവിടെ സക്കരിയ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ എപ്പോ പ്രാർത്ഥിച്ചാലും ഞാനൊരു ഭാഗ്യം കെട്ടവനായിട്ട് മടങ്ങിയിട്ടില്ല. എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട്, അതെനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് എന്ന ബോധം. ഇവിടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചാൽ. കുട്ടികൾ ഉണ്ടാകാൻ പറ്റാത്തൊരു ഘട്ടം. വൈദ്യശാസ്ത്രം ഇന്ന് ഈ ക്ലബ് ഹൗസ് പോലെ ഉള്ളതിലൊക്കെ ഇസ്ലാമിനെ ടോർച്ചർ ചെയ്തുകൊണ്ട്, ഇസ്ലാമിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് അവരോടൊന്നും മറുപടി നമുക്ക് പറയേണ്ട ആവശ്യങ്ങളില്ല. ഇവിടെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമ് 99 വയസ്സെത്തി എന്നാണ്. മഹദി സക്കരിയ നബി സ്വലാം ഭാര്യയ്ക്ക് 90-93 അടുത്ത വയസ്സ് പ്രായമുണ്ട്. അവർക്ക് ഒരിക്കലും പ്രസവിക്കുന്ന സ്ത്രീയല്ല, അവർ ആക്കിറാണ്, പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീയാണ്. അവിടെയാണ് അള്ളാഹു തആല ആ പ്രാർത്ഥനയ്ക്ക്, അതൊന്നും അള്ളാഹുവിന്റെ ഒരു കാരണമേ അല്ലല്ലോ. പടച്ചോൻ ഇനിയിപ്പം ഒരു കുട്ടിയെ കൊടുക്കാനൊന്നും എന്താണ് പ്രകൃതി നിയമങ്ങളൊന്നും അള്ളാഹുവിന് വേണ്ടാലോ. പുരുഷന്റെ ലൈംഗികക്ഷമതയും ബീജസങ്കലനവും അണ്ടത്തിൽ പ്രവേശിക്കലൊന്നും അള്ളാഹുവിന് വേണ്ട. അള്ളാഹുവിന് ഒരു കാര്യം ഉദ്ദേശിച്ചാൽ കുൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മാത്രം മതി എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹ് പറയുകയാണ്, യാ സക്കരിയ, ഓ സക്കരിയ പ്രവാചക, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. യഹ്യ എന്ന നാമം നൽകപ്പെട്ട ഒരു ആൺകുട്ടിയെ പറ്റി താങ്കൾക്ക് ഇതാ സന്തോഷ വാർത്ത അറിയിക്കും. ആ കുട്ടിയുടെ പേര് യഹ്യ എന്നാണ്. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീഅ. ഒരിക്കലും ആർക്കും അങ്ങനെ ഒരു പേര് നാം നൽകിയിട്ടില്ല. നോക്കൂ നിങ്ങൾ, കുട്ടി ഉണ്ടാകാൻ പോകുന്ന സന്തോഷ വാർത്ത അറിയിച്ചു, കുട്ടിക്ക് പേരും കൊടുത്തു അല്ലാഹു തആല. ജനിച്ചിട്ടില്ല, അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇവിടെ സക്കരിയ എന്ന് വിളിച്ചത് അള്ളാഹു ആണ് എന്നും മാഷാ അല്ലാഹ് എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന അതിൽ സന്തോഷം. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാനതിന് മറുപടിയും പറയാം ഇൻഷാ അല്ലാഹ്. അറിയാത്ത മറുപടി ആണെങ്കിൽ ഞാനത് പഠിച്ച് നിങ്ങൾ പറഞ്ഞു തരും. ഇവിടെ യാ സക്കരിയ എന്ന് അള്ളാഹു വിളിച്ചതാണോ അതല്ല മലക്കുകൾ വിളിച്ച് അള്ളാഹു തആല മലക്കുകളെ അറിയിച്ചു കൊടുത്തുകൊണ്ട് മാലാക സമൂഹം ഒന്നിച്ചു നിന്നുകൊണ്ട് പറഞ്ഞതാണോ എന്നും അഭിപ്രായമുണ്ട്. മഹാനായ സക്കരിയ നബി ഒന്നെങ്കിൽ റഹ്മത്തിന്റെ മാലാക സമൂഹം കൂട്ടമായി വന്നുകൊണ്ട് പറഞ്ഞു, യാ സക്കരിയ, ഓ സക്കരിയ, ഇതാ അള്ളാഹു അറിയിച്ചിരിക്കുന്നു, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, നിങ്ങൾക്കൊരു ആൺകുട്ടി ഉണ്ടാകട്ടെ എന്നൊരു സന്തോഷ വാർത്ത. അപ്പോൾ ഒന്നുകിൽ അള്ളാഹ് അറിയിച്ചു, അല്ലെങ്കിൽ മാലാഖമാർ വന്ന് അറിയിച്ചു കൊടുത്തതാണ്. മാത്രമല്ല യഹ്യ എന്ന പേരാണ്. യഹ്യ നല്ല പേരാട്ടോ. യഹ്യ എന്ന നബിയെ കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല, എന്നാൽ ഒരു പാപം ചെയ്യാത്തതാണ് യഹ്യ നബി. പാപം ചെയ്യാത്ത മനുഷ്യനാണെന്ന് പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. പാപം ചെയ്യുക മാത്രമല്ല, പാപം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, ആലോചിച്ചിട്ട് പോലുമില്ലാത്ത മനുഷ്യനാണത്രേ മഹാനായ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം.
ഇവിടെ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി ഈ പ്രപഞ്ചത്തിൽ പിറന്നു വീണതിന് ശേഷമായിരിക്കണം കുട്ടിക്ക് മാതാപിതാക്കൾ പേരിടുക, അല്ലെ? അതാണ് യാഥാർത്ഥ്യം. ഇത് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹ് തീരുമാനിച്ചു, യഹിയ പേരിട്ടോ, യഹിയ ദിട്ടോ. അപ്പൊ അള്ളാഹു പേരിട്ട ഏക മനുഷ്യൻ കുട്ടിയാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോഴാണ് കുട്ടി ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്ത കേട്ടപ്പോൾ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ഇരിക്കപ്രതിയില്ലാതായി. സന്തോഷത്തിന്റെ ആനന്ദത്തിൽ, അല്ലെങ്കിൽ സന്തോഷത്തിൽ കൊണ്ട് അദ്ദേഹത്തിന് ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരു മാനസികാവസ്ഥയായി. ഇനി അദ്ദേഹത്തിന്റെ ചിന്ത എന്താണെന്ന് അറിയാമോ? പടച്ചോനെ ഞാൻ എനിക്കിനി എങ്ങനെ കുട്ടി ഉണ്ടാകും, എന്തായിരിക്കും, ഏത് രീതിയിലായിരിക്കും എന്നുള്ള ആശങ്കകളും അതിന്റെ കുറിച്ചുള്ള വ്യാകുലതകളും ചിന്ത. അള്ളാഹു കുട്ടി തരാമെന്ന് ഏറ്റിരിക്കുകയാണ്. എങ്ങനെ, ഏത് വഴി, ഏത് രീതിയിലാണ്? അദ്ദേഹം എല്ലാ തരത്തിൽ കൂടിയും ചിന്തിച്ചു എന്നാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാം മറുപടി പറയുകയാണ്, ചോദിക്കുകയാണ്, റബ്ബി അന്നാ യകൂനു ലി ഗുലാം. നീ എന്താ റബ്ബേ ഈ പറയുക? നീ എന്താ ഈ പറയുന്നത്? എനിക്കൊരു കുട്ടി ഉണ്ടാകുമെന്നോ, യഹിയ എന്ന പേരുള്ള ഒരു ആൺകുട്ടി എനിക്ക് ഉണ്ടാകുമെന്നോ? പടച്ചോനെ, അന്നാ യകൂനു ലി ഗുലാമുൻ, എനിക്കൊരു കുട്ടി ഉണ്ടാവുകയോ? വകാനത് ഇംറാഅതി ആഖിറൻ, എന്റെ ഭാര്യ ഒരിക്കലും പ്രസവിക്കാത്ത പെണ്ണല്ല, ഒരിക്കലും പ്രസവിക്കാത്ത സ്ത്രീയാണ്. അവർക്ക് പ്രസവിക്കാൻ കഴിയുന്ന സ്ത്രീയല്ല, പ്രകൃതിയായിട്ട് അവർക്ക് പ്രസവിക്കാത്ത സ്ത്രീയാണ്. വഖദ് ബലഗതു മിനൽ കിബരി അറ്റിയൻ, മാത്രമല്ല വാർദ്ധക്യത്തിന്റെ അങ്ങേ അറ്റം എത്തിയല്ലോ ഞാനും എന്ന്, വാർദ്ധക്യത്തിന്റെ ചുക്കിച്ചുളിഞ്ഞ അവസ്ഥയിൽ എത്തിയല്ലോ ഞാനും. അപ്പൊ എനിക്കിനി എങ്ങനെ കുട്ടി ഉണ്ടാകും എന്ന് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആശങ്കയോട് ചോദിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഒരു കാര്യം നമ്മളിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത 100% എന്നാൽ നമുക്കത് ഉണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമുണ്ട്. ചേട്ടാ, എനിക്കത് ഉണ്ടാകാൻ പറ്റില്ലല്ലോ, കാരണം എനിക്കതിന് സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് ചോദിക്കുകയാണ്, ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാം, എനിക്കൊരു കുട്ടി ഉണ്ടാവുകയോ? സുബ്ഹാനല്ലാഹ്, ഒരു അത്ഭുതമാണ് അവിടെ കേട്ടോ. ഒരു കുട്ടി ഉണ്ടാവുകയോ? വകാനത് ഇംറഅതി ആഖിറ, പടച്ചോനെ, എന്റെ ഭാര്യയാണെങ്കിൽ പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീയാണല്ലോ. മാത്രമല്ല വഖദ് ബലഗതു മിനൽ കിബരി അറ്റിയൻ, ഞാനാണെങ്കിലോ വാർദ്ധക്യത്തിന്റെ ചുളിഞ്ഞ അവസ്ഥയിലും എത്തിപ്പോയല്ലോ റഹ്മാനെ. അപ്പൊ എനിക്കിനി എങ്ങനെ കുട്ടി ഉണ്ടാകുമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇവിടെ ഒരു ആശ്ചര്യപ്പെട്ടെന്നല്ല, അദ്ദേഹത്തിന്റെ ആ സന്തോഷം കൊണ്ട് കുട്ടി ഉണ്ടാകാൻ അള്ളാഹുവിന് സാധിക്കത്തില്ല എന്ന്, അല്ലെങ്കിൽ അള്ളാഹുവിന് സാധിക്കുമോ എന്നൊരു ആശങ്കയോ സംശയമല്ല, മറിച്ച് ഈ വാർത്ത കേട്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷത്തിൽ അദ്ദേഹം പറഞ്ഞു പോയതാണ്, എനിക്കൊരു കുട്ടി ഉണ്ടാവുകയോ? എന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണ്, ഞാനാണെങ്കിലോ വാർദ്ധക്യത്തിൽ ചുക്കിച്ചുളിഞ്ഞ അവസ്ഥയിലും എത്തി, എനിക്കൊരു കുട്ടി ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയാണത്. അല്ലാതെ കുട്ടി ഉണ്ടാകത്തില്ല എന്ന ഉറപ്പല്ല, മറിച്ച് ഉണ്ടാകുമെന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ അള്ളാഹ് പറയാണ്, ഖാല കദാലിക്, കാര്യം അങ്ങനെ തന്നെയാണ്. നിനക്ക് വാർദ്ധക്യം എത്തി, നിനക്ക് ചുക്കിച്ചുളിഞ്ഞ അവസ്ഥയായി, നിന്റെ പെണ്ണ് പ്രസവിക്കത്തുമില്ല. ഓക്കെ, അത് കാര്യം അങ്ങനെയാണ്. പക്ഷേ ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ, നിന്റെ റബ്ബിനത് വലിയ എളുപ്പമാണ്. നിന്റെ റബ്ബിനത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിന്റെ രക്ഷിതാവിന് അത് എളുപ്പമുള്ള കാര്യമാണ്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടവും ഒന്നും സമ്മേളിക്കേണ്ട യാതൊരു ആവശ്യവുമൊന്നുമില്ല. അള്ളാഹു ഒരു കുട്ടിയെ നൽകണമെന്ന് തീരുമാനിച്ചാൽ പ്രകൃതിപരമായിട്ടുള്ള യാതൊരു കാരണവും അള്ളാഹുവിന് വേണ്ട. ഉദാഹരണം ഈ സിനിമ വരുന്നുണ്ട്, ഞാൻ ചരിത്രം വരുന്നുണ്ട്. അപ്പോൾ പ്രകൃതിപരമായിട്ടുള്ള യാതൊരു കാരണവും അവിടെ നടക്കുന്നില്ല. പുരുഷനും സ്ത്രീ തമ്മിൽ അവിടെ സംഗമിക്കുന്നില്ല. അതിന്റെ ഒരു കാരണവും അവിടെ വേണ്ട. അള്ളാഹു ഒരു കുട്ടിയെ നൽകാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു താല കാരണങ്ങളില്ലാതെ കാര്യങ്ങളെ നടത്താൻ കഴിവുള്ളവനാണ്. ഒരു കാരണവും വേണ്ട. പ്രകൃതിപരമായിട്ടുള്ള ഒരു പുരുഷനും സ്ത്രീയും വേണം, അവർ തമ്മിൽ ബന്ധപ്പെടണം, പുരുഷ ബീജം ഉണ്ടാകണം,
അത് സ്ത്രീയുടെ അണ്ഡത്തിൽ പ്രവേശിക്കണം, ഗർഭാശയത്തിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കണം, അത് ഭ്രൂണമായി മാറണം, പിന്നെ 9 മാസക്കാലം കൊണ്ട് ഓരോ ഘട്ടം ഘട്ടമായി വളരണം, 9 മാസവും ചില ദിവസം കഴിയുമ്പോൾ പുറത്തേക്ക് വരണം. ഇത് പ്രകൃതിപരമായ കാരണമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ പറഞ്ഞ പ്രകൃതിപരമായിട്ടുള്ള കാരണങ്ങളൊന്നും വേണ്ട. അള്ളാഹുവിന്റെ കുട്ടിയെ നൽകാൻ ഉദ്ദേശിച്ചാൽ അതിന് ഒരു കാരണവുമില്ലാതെ അള്ളാഹു തആല കൊടുത്തിരിക്കും. അതാണ് ആ ഒരു ആശങ്ക സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു പറയുകയാണ്, ഖാല കദാലിക, കാര്യം അങ്ങനെ തന്നെയാണ്. നിന്റെ ഭാര്യയ്ക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയത്തില്ല, എനിക്കറിയാം. നീ ആണെങ്കിൽ വാർദ്ധക്യത്തിന്റെ അങ്ങേ അറ്റമെത്തി നിൽക്കുന്ന അവസ്ഥയുമാണ്, എനിക്കറിയാം. പക്ഷേ ഖാല റബ്ബുക, നിന്റെ റബ്ബുണ്ടല്ലോ, ഹുവ അലയ്യ ഹയ്യുൻ, അവനിക്ക് അതൊക്കെ നിസ്സാരമാണ്, അത് അവനിക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ, വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ. ഖുർആൻ പറയുകയാണ്, ഓ സക്കരിയ, നിനക്ക് മുമ്പ് ഒരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്, നീ ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടം. നീ അടക്കമുള്ള മനുഷ്യവർഗം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ശൂന്യമായിരുന്നു. അപ്പോൾ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് പറയത്തക്ക ഒരു അവസ്ഥ അല്ലാത്തൊരു കാലഘട്ടം, എന്ന് വെച്ചാൽ പറയപ്പെടുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ പറയപ്പെടാത്ത ഒരു കാലഘട്ടം ഇവിടെ കടന്നു പോയിട്ടുണ്ട്. ശൂന്യമായ ഒരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്. അവിടെ നിന്നുമാണ് നിങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള രക്ഷിതാവിന് ഒരു കുട്ടിയെ നരാൻ നിസ്സാരമായി, അവനക്കിത് വളരെയധികം എളുപ്പമുള്ള കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ആദ്യം നമ്മൾ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നിദാഅൻ ഖഫിയൻ, ശബ്ദം താഴ്ത്തി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? എനിക്ക് എല്ലുകൾക്ക് ദുർബലമായി, എൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാത്ത സ്ത്രീയാണ്, എന്നെ അനന്തരമെടുക്കുന്ന, മാത്രമല്ല യാക്കൂബ് കുടുംബത്തെ അനന്തരമെടുക്കുന്ന ഒരു ബന്ധുവിനെ നീ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അള്ളാഹു പറഞ്ഞു, നിനക്കൊരു കുട്ടിയെ തരാം, ആ കുട്ടിയുടെ പേര് യഹിയ എന്നാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നബി അള്ളാഹുവെ, എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക? എനിക്ക് ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ്, എൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ കഴിയാത്ത പെണ്ണാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, നിനക്കൊരു തലമുറ ഇവിടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു, ഒന്നുമല്ലാത്തൊരു കാലഘട്ടം. അങ്ങനെയുള്ള നിന്ന് നിങ്ങളെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഒരു കുട്ടിയെ തരാൻ എനിക്ക് വളരെയധികം എളുപ്പമുള്ള. അത് നോക്കുന്നെങ്കിൽ ആദം നബിയുടെ കാര്യം നോക്കിക്ക്. ആദം നബിക്ക് വാപ്പയുമില്ല ഉമ്മയുമില്ല. ആദം നബിക്ക് വാപ്പയില്ല ഉമ്മയില്ല, അല്ലെ? ആദം നബി സൃഷ്ടിച്ച മണ്ണുകൊണ്ടാണ്. ആദമിന്റെ ഒരു വലതുഭാഗത്തെ വാരയിൽ നിന്നും ഹവ്വയെ പടച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെ പ്രകൃതിപരമായിട്ടുള്ള കാരണങ്ങളില്ലാതെ ആദമിനെയും ഹവ്വയും പടച്ചുവെങ്കിൽ സക്കരിയ, നീ വിഷമിക്കണ്ട, നിനക്കൊരു കുട്ടി ഉണ്ടാകും, അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ സക്കരിയ നബിക്ക് കാര്യം ബോധ്യമായി. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് കാര്യം ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ സന്തോഷം, ഇനി എനിക്ക് വേണ്ട ഒരു കാര്യം, എനിക്ക് എപ്പോ കുട്ടി ഉണ്ടാകും? നീ പറഞ്ഞു എനിക്കൊരു കുട്ടി തരാമെന്ന്, അത് എപ്പോ ഉണ്ടാകും? ആ കുട്ടി ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെ അറിയും? ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അങ്ങനെ എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കാണ്. ഖാല റബ്ബി ജഅൽനി ആയ, ഖാല റബ്ബി ജഅൽനി ആയ, അല്ലാഹുവേ എനിക്കൊരു ദൃഷ്ടാന്തം നീ നൽകണം, നാഥ എനിക്കൊരു ദൃഷ്ടാന്തം തരണം, ഒരു അടയാളം തരണം. ഖാല, അപ്പോൾ അല്ലാഹു പറയാണ്, ആയതുക, നിന്റെ ദൃഷ്ടാന്തം, നിനക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നതിന്റെ അടയാളം, അല്ലാ തുകല്ലിമൻ നാസ സലാസ ലയാലിൻ സവിയ, അല്ലാ തുകല്ലിമൻ നാസ സലാസ ലയാലിൻ സവിയ, 3 ദിവസക്കാലം നിനക്ക് ജനങ്ങളോട് സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. 3 ദിവസക്കാലം നിന്റെ ജനതയോട് നിനക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നിനക്കുണ്ടായി കഴിഞ്ഞാൽ സക്കരിയ, നീ മനസ്സിലാക്കണം, നിനക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ടെന്ന്. സുബ്ഹാന ജല്ല ജലാൽ. 3 ദിവസക്കാലം നീ ജനങ്ങളോട് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിനക്ക് വന്നു കഴിഞ്ഞാൽ
നീ അറിയണമേ, നീ മനസ്സിലാക്കണം, നിനക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ടെന്ന്. എന്ന് വെച്ചാൽ ദിക്ർ ചൊല്ലാനും അള്ളാഹുവിനെ സ്മരിക്കാനും ഒക്കെ അദ്ദേഹത്തിന് പറ്റും. പക്ഷേ ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അങ്ങ് മനസ്സിലാക്കണം, അങ്ങയുടെ ഭാര്യ ഗർഭിണിയായിരിക്കും എന്നുള്ളത്. ആ ഒരു ഘട്ടത്തിൽ നിൽക്കട്ടെ. 1 മണിക്കൂർ സമയമായി. നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി ക്ലാസ് നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എടുക്കാം. അപ്പം നിങ്ങൾ എന്നും ഉണ്ടാകണം ക്ലാസ്സിൽ. എല്ലാ ദിവസവും ഇല്ലെങ്കിൽ പോലും നമുക്ക് ആഴ്ചയിൽ 4 ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൂറത്തുൽ മറിയമിലെ ഈ അധ്യായത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. മഹാനായ സക്കരിയ നബിയുടെ ദൃഷ്ടാന്തം, എനിക്കൊരു കുട്ടി ഉണ്ടാകുന്നതിന് ദൃഷ്ടാന്തത്തിൽ നിൽക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ. അള്ളാഹു നമ്മൾ ഇത്രയും നേരം ഇവിടെ നിങ്ങൾ ക്ലാസ് കേൾക്കാനിരുന്നു. അള്ളാഹു അതിനൊക്കെയും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ ഈ ലോകത്ത് നമ്മൾ വിട പറയുമ്പോൾ സത്യവിശ്വാസിയായിട്ട് മുഅ്മിനായിട്ട് മരിക്കുവാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കച്ചൊല്ലി സ്വർഗം കണ്ടുകൊണ്ട് വിട പറഞ്ഞു മരിക്കുവാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ഞായറാഴ്ച മറ്റന്നാ രാത്രി നമുക്ക് ക്ലാസ് എടുക്കാം. എല്ലാവരും ഞായറാഴ്ച നാളെ ഒരു പരിപാടി ഉണ്ടാകും. മറ്റന്നാൾ ഞായറാഴ്ച രാത്രി 9:30 നമുക്ക് കാണാം. ബാക്കി വിശേഷങ്ങളുമായി അന്നേരം പങ്കുവെക്കാം. എല്ലാവർക്കും ഖൈറുണ്ടാകട്ടെ. വാഖിറു ദഅവതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.